വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിതിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസ് ദേഹോപദ്രവം ഏൽപ്പിക്കലും അതോടൊപ്പം തന്നെ. അങ്ങനെ അവസാനമുണ്ട് ഈ പ്രശ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നവരെ എത്തിയിരിക്കുകയാണ്. ഇതേ കൊണ്ട് ഇതിൻ്റെ പ്രശ്നം കുറേ നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കയറി അമ്മയെ സഹോദരി ഉപദ്രവിച്ചെന്നുള്ള കേസുണ്ട് ഈ പ്രശ്നേഷിനെതിരെയുണ്ട് ഈ സഹോദരി കൊടുത്തിരിക്കുകയാണ്. ഇന്നാണ് ഇതേ കണക്കൊണ്ട് ഈ രണ്ടുപേരെയും വിളിച്ച് ചോദ്യം ചെയ്തത്. അതിനെ തുടർന്ന് രണ്ടുപേരും സമാധാനമായിട്ട് പോകാനുള്ള രീതിയിലാണ് അവർ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ അതിന് തയ്യാറാവാതിരിക്കുകയാണ്. സോ ഇപ്പോൾ എന്തായിരുന്നാലും ശരി, പ്രശ്നേഷിനെതിരെ കേസ് വരികയും അതിന് പണിയാവുകയും ചെയ്യുന്നതാണ്. കുറേ നാളായിട്ട് ഇവനെ പറ്റിയുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് കൂടി വന്നത്. ഇപ്പം ഇതിനെല്ലാം തുടക്കം ഇട്ടത് തന്നെ അവൻ തന്നെയാണ്. ആദ്യമേ ഒരു വീഡിയോ എടുത്തിടുകയും തൻ്റെ അമ്മയും സഹോദരൻ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അവർ തന്നോട് ചെയ്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേണത്തുള്ള കാര്യങ്ങൾ പറയുകയും അത് കഴിഞ്ഞപ്പോഴാണ് അവർക്കും വേറെ വഴിയില്ലാതെ അവരും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് എന്തുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയും. പിന്നെ വീട്ടിൽ വന്ന് അടിയുണ്ടാക്കാൻ നോക്കിയ കാര്യം വീഡിയോ ആയിട്ട് വെളിയിൽ വന്നേയും നാട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് പിന്നെ അവനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടൊരു സംഭവം ഉണ്ടായിരുന്നത്. സോ എന്തായാലും ശരി, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ സഹോദരിയും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചെന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഇത്രയും ദൂരം ഇവർ ഇത് പോകത്തില്ലായിരുന്നു. ഇത് എവൻ്റെ കയ്യിൽ വന്നൊരു തെറ്റാണ്. ഇത് നല്ല രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അത് എവൻ തന്നെ ഉണ്ടായി കുളം തോണ്ടി എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ എന്ത് കാര്യമായിരുന്നാലും ശരി ഒരു മയത്തിലൊക്കെ സംസാരിക്കണം. ഇപ്പോൾ സഹോദരിയെ പറ്റിയൊക്കെ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് വളരെ മോശമുള്ള രീതിയിലാണ് സംസാരിച്ചത്. സ്വന്തം സഹോദരിയിൽ നിന്ന് പോലും നോക്കാതാണ് അമ്മ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തോന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.